ഹായ്, കൃത്യം 4 മണിക്ക് തന്നെ ഞങ്ങൾ വീണ്ടും ഇറങ്ങി വന്നു 5ാമത്തെ പള്ളിയിലേക്ക് പോകാനായിട്ട്. 5ാമത്തെ പള്ളിയിലേക്ക് ഞാൻ മുട്ടയെ നീന്തി പോകാനായിട്ടായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ മുട്ടയെ നീന്തി പോവുകയായിരുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും കാല് വേദനയെടുത്തു. അതുകൊണ്ട് പിന്നെ കയ്യും കൂടെ കുത്തിയാണ് ഞാൻ നടന്നത്. അപ്പോഴേക്കും എൻ്റെ മക്കൾ വന്നു. അവരെൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ശകലം സ്പീഡൊക്കെ ആയി. വേദന ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ വന്നപ്പോൾ സന്തോഷമായിട്ട് ഞാൻ നടന്നു, നീന്തി അവിടെ ചെന്നു. മാതാവിൻ്റെ അടുത്ത് 1.5 മണിക്കൂർ എടുത്തു. 1 കിലോമീറ്റർ ദൂരം എങ്ങാണ്ടുണ്ടെന്നാണ് പറയുന്നത്. 1.5 മണിക്കൂർ എടുത്തു. 4 മണിക്ക് തുടങ്ങിയിട്ട് 5:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ നീന്തി മാതാവിൻ്റെ സന്നിധിയിലെത്തിയത്. നീന്തി അവിടെ ചെന്നപ്പോഴേക്കും മനസ്സ് നിറഞ്ഞു, അതുപോലെ സന്തോഷമായി. അതിനുശേഷം അവിടുത്തെ ആ പള്ളിയിലും കയറി മാതാവിനെ കണ്ടു, പ്രാർത്ഥിച്ചു. പിന്നെ ഇത്രയും നേർച്ച സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇത്രയേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഗൂഗിൾ പേ ഇല്ലാത്തത് കാരണം നമ്മുടെ കയ്യിൽ പൈസയായിട്ട് കരുതി വേണം ചെല്ലാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കയ്യിലായിട്ട് പൈസ ഇല്ലാഞ്ഞതിൻ്റെ ഒരു പോരായ്മയുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് സാധനങ്ങൾ മാത്രം അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കിയതിനാൽ പെട്ടെന്ന് തന്നെ പോകണമെന്ന് വിചാരിച്ചു. പിന്നീട് മുട്ടയടിക്കാനായിട്ട് പോവുമായിരുന്നു ഞങ്ങൾ. മുട്ടയടിച്ചതിൻ്റെ വിശേഷം അടുത്ത വീഡിയോയിൽ. മുട്ടയടിക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ മുട്ടയടിക്കാൻ റെഡിയായി ഞങ്ങൾ നിൽക്കുകയാണ്. അതിൻ്റെ വിശേഷം അടുത്ത വീഡിയോയിൽ. ഓക്കേ.